സഹീർ ഖാൻ ലക്നൗ സൂപ്പർ ജെയിൻസ് മെന്റർ സ്ഥാനം ഒഴിയുന്നതായി റിപ്പോർട്ട്. ലക്നൗ മാനേജ്മെന്റുമായുള്ള അഭിപ്രായ ഭിന്നതയെ തുടർന്നാണ് സഹീറിന്റെ പടിയിറക്കമെന്നാണ് ESPN ക്രിക്കിൻഫോ റിപ്പോർട്ട് ചെയ്യുന്നത്. മുഖ്യ പരിശീലകൻ ജസ്റ്റിൻ ലാംഗർ, ടീം ഉടമ സഞ്ജീവ് ഗോയങ്ക എന്നിവരുമായി സഹീറിന് അഭിപ്രായ ഭിന്നതയുണ്ട്. ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ സഹീറിന്റെ താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമായാണ് മാനേജ്മെന്റിലെയും പരിശീലക സംഘത്തിലെയും അംഗങ്ങൾ നിലപാടെടുക്കുന്നതെന്നാണ് വിവരം. ലക്നൗ നായകൻ ഋഷഭ് പന്തുമായി മാത്രമാണ് സഹീറിന് അടുത്ത സൗഹൃദമുള്ളത്. 2025 സീസണിൽ ഋഷഭ് പന്തിനെ ബാറ്റിംഗ് ഓർഡറിൽ താഴെയിറക്കിയ മുഖ്യ പരിശീലകൻ്റെ തീരുമാനത്തിലടക്കം സഹീറിന് വിയോജിപ്പുണ്ട്. ഈ വിയോജിപ്പാണ് ടീം മാനേജ്മെൻറ്റുമായുള്ള സഹീറിൻ്റെ ബന്ധം വഷളാക്കിയത്. കഴിഞ്ഞ മെഗാ താരലേലത്തിൽ 27 കോടി ചെലവഴിച്ച് ഋഷഭ് പന്തിനെ ലക്നൗ സ്വന്തമാക്കിയത് സഹീറിൻ്റെ താൽപ്പര്യത്തെ തുടർന്നാണെന്ന് റിപ്പോർട്ടുകളുണ്ടായിരുന്നു. 2023 സീസണിന് ശേഷം ഗൗതം ഗംഭീർ മെന്റർ സ്ഥാനം ഒഴിഞ്ഞപ്പോൾ പകരക്കാരനായാണ് സഹീർ എത്തിയത്. 2024 ഓഗസ്റ്റിൽ ലക്നൗ ക്യാമ്പിൽ ജോയിൻ ചെയ്ത സഹീർ കേവലം ഒരു വർഷം പിന്നിടുമ്പോഴാണ് ടീമിനോട് വിട പറയുന്നത്. 2025 സീസണിൽ 7ാം സ്ഥാനക്കാരായിരുന്നു ലക്നൗ. അതേസമയം സഹീർ ഇന്ത്യൻ പുരുഷ ക്രിക്കറ്റ് ടീമിൻ്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായാണ് ലക്നൗ വിടുന്നതെന്നും സൂചനയുണ്ട്. വരാനിരിക്കുന്ന 2020 ലോകകപ്പിന് മുൻപ് ഇന്ത്യൻ പരിശീലക സംഘത്തിൽ ചില മാറ്റങ്ങൾ കൊണ്ടുവരാൻ BCCI ആഗ്രഹിക്കുന്നതായാണ് റിപ്പോർട്ട്. അങ്ങനെയാണെങ്കിൽ സഹീർ ഇന്ത്യൻ ബൗളിംഗ് പരിശീലക യൂണിറ്റിൻ്റെ ഭാഗമായേക്കും.